നമസ്കാരം. സനാതനധർമ്മത്തിൽ ലക്ഷ്മി ദേവിയെ സമ്പത്തിന്റെ ദേവതയായി അഥവാ അധിപയായി തന്നെയാണ് കണക്കാക്കുന്നത്. പുരാതന കാലം മുതൽ തന്നെ എല്ലാ ഭക്തരും ലക്ഷ്മി ദേവിയെ ആരാധിച്ച് പോരുന്നതുമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് സിദ്ധിക്കുകയാണ് എങ്കിൽ ചില സൗഭാഗ്യം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പറയുക. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ പ്രതിസന്ധികൾ നേരിടേണ്ടതായി വരില്ല എന്നും പറയാം. അത്തരക്കാരുടെ ജീവിതം വളരെ സന്തോഷകരമായി തീരുകയും ചെയ്യും. എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ചില രാശിക്കാരായ സ്ത്രീകൾക്ക് എപ്പോഴും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അനുഗ്രഹം ഉണ്ടാകും എന്ന് പറയുന്നു. ഇവര് വീട്ടിൽ സന്തോഷവും മനസമാധാനവും സമൃദ്ധിയും ഉണ്ടാകും എന്നാണ് പറയുക. അതിനാൽ തന്നെ ഇവർ നിത്യവും ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഇത്തരം ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ നക്ഷത്രക്കാർ അഥവാ ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. മറ്റ് രാശിക്കാർക്ക് ലക്ഷ്മി ദേവിയെ ആരാധിച്ചാൽ ഈ ഫലങ്ങൾ ലഭിക്കില്ല എന്നല്ല പറയുന്നത്. എന്നാൽ ഇവർക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടവം രാശിക്കാർക്ക് ചില കാര്യങ്ങൾ അത്ഭുതകരമായി തന്നെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. രാശി ചക്രത്തിൽ രണ്ടാമതായി വരുന്നതാണ് ഇടവം രാശി. ശുക്രനാണ് ഇടവം രാശിക്കാരുടെ ഭരണകർത്താവ്. അതിനാൽ തന്നെ എപ്പോഴും ജീവിതത്തിലേക്ക് ഭാഗ്യങ്ങൾ കടന്നു വരുന്നു എന്ന് തന്നെ പറയാം. അത്തരത്തിൽ ഒരു രാശിയാണ് ഇടവം രാശി. ശുക്രന്റെ സ്വാധീനം ഉള്ളതിനാൽ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പത്തും സ്നേഹവും ആഡംബരവുമെല്ലാം കൈവരുന്നതാകുന്നു. അതിനാലാണ് ലക്ഷ്മി ദേവിയുടെ പ്രത്യേക കൃപാ കടാക്ഷം ഇടവം രാശിക്കാരിൽ നിലനിൽക്കുന്നത്. ഈ രാശിചക്രത്തിലെ ആളുകൾക്ക് അവരുടെ പ്രവൃത്തികളിൽ കുറഞ്ഞ പരിശ്രമത്തിലൂടെ തന്നെ മികച്ച വിജയങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. കൂടാതെ പണം ഒരിക്കലും അവരുടെ മുന്നിൽ വെല്ലുവിളിയായി മാറില്ല. കഷ്ടതകൾ അനുഭവിക്കുകയാണ് എങ്കിൽ പോലും പല സഹായങ്ങളും ലഭിക്കുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടതായിട്ടുള്ളത്. മറ്റൊരു രാശി കർക്കടകം രാശിയാകുന്നു. കർക്കടകം രാശിക്കാരായ ആളുകൾ എല്ലായ്പ്പോഴും ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുന്നവരാകുന്നു. ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ളവർ തന്നെയാണ് ഈ രാശിക്കാർ. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിത്യവും ദേവിയെ ആരാധിക്കുക. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം ദേവിയെ ആരാധിക്കുവാൻ ഒരിക്കലും മറക്കാതിരിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ഈ രാശിചക്രത്തിന്റെ അധിപൻ ചന്ദ്രദേവനാണ്. കർക്കിടകം രാശിക്കാരുടെ ജീവിതം എപ്പോഴും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാകുവാൻ ലക്ഷ്മി ദേവിയെ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക. സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും. ഈ രാശിചക്രത്തിലെ ആളുകൾ വളരെയധികം കഠിനാധ്വാനികളാണ്. അതിനാൽ ലക്ഷ്മി ദേവിയെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് നേട്ടങ്ങൾക്ക് കാരണമാകും. എന്തെങ്കിലും ജോലി ഏറ്റെടുക്കുകയാണ് എങ്കിൽ അത് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അവർ വിശ്രമിക്കാറുള്ളൂ. അത്രയധികം പ്രത്യേകതകൾ ഈ രാശിക്കാർക്കുണ്ട്. അതിനാൽ കർക്കിടകം രാശിക്കാരുടെ പ്രവൃത്തികളിൽ ദേവിയുടെ കടാക്ഷം കൂടി ഉള്ളതിനാൽ തടസ്സങ്ങൾ വന്നു ചേരുവാൻ തുലോം കുറവാണ് സാധ്യത എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ നിത്യവും ദേവിയെ ആരാധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് എല്ലായ്പ്പോഴും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉള്ളവരാണ് എന്ന് തന്നെ പറയാം. ഈ രാശിചക്രത്തിന്റെ അധിപനായി പറയുന്നത് സൂര്യനെയാകുന്നു. വളരെയേറെ ആത്മീയപരമായ താല്പര്യം ജീവിതത്തിൽ പ്രകടമാക്കുന്നവരും അത്തരം കാര്യങ്ങൾക്കായി എപ്പോഴും പ്രവർത്തിക്കുന്നവരുമാണ് ഈ രാശിക്കാർ. ഇവർ വളരെ ധൈര്യമുള്ളവരും നിർഭയരും കഠിനാധ്വാനികളുമാണ് എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. ഈ രാശിചക്രത്തിലെ ആളുകൾ അവരുടെ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ നിലനിർത്തുവാൻ കഠിനമായി പരിശ്രമിക്കുന്നവരാകുന്നു. പല അവസരങ്ങളിലും ജീവിതത്തിൽ ഉയർച്ച പെട്ടെന്ന് നേടുവാൻ സഹായകരമായ പല കാര്യങ്ങളും വന്ന് ചേരുന്നതുമാണ്. അതിശയകരമായ നേതൃത്വ കഴിവുകളുള്ള ഇവർ ജോലി ചെയ്യുന്നിടത്തെല്ലാം തന്നെ കഠിനാധ്വാനവും കഴിവും പ്രകടമാക്കുന്നവരാകുന്നു. അതിനാൽ തന്നെ മറ്റുള്ളവരാൽ പ്രശംസ നേടുവാനും അംഗീകാരങ്ങൾ കരസ്ഥമാക്കുവാനും അവരുടെ ഹൃദയങ്ങൾ കീഴടക്കുവാനും ഇവർക്ക് പ്രത്യേകമായ കഴിവാണ് ഉള്ളത്. അവരുടെ കഴിവുകൾ കാരണം റിസ്ക് എടുക്കുവാനും ചിങ്ങം രാശിക്കാർ ഭയപ്പെടുന്നതല്ല. അതായത് സ്വന്തം ജീവിതത്തിൽ പലപ്പോഴും റിസ്ക് എടുത്ത് പല കാര്യങ്ങളും ചെയ്യുന്നവർ തന്നെയാകുന്നു. കൂടാതെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇവർക്കുള്ളതിനാൽ തന്നെ അകമഴിഞ്ഞ് ഭാഗ്യം തുണയ്ക്കുകയും ചെയ്യും. പല അവസരങ്ങളിലും ഭാഗ്യം ഇവരെ വളരെയധികം തുണച്ചിട്ടുണ്ട്. ദേവിയെ നിത്യവും ആരാധിക്കുന്നതിലൂടെ
ഇത്തരം ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിക്കാർക്ക് പണത്തിന് ഒരിക്കലും കുറവ് വരില്ല എന്നാണ് പറയുക. അതായത് ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ജീവിതത്തിൽ ഉടനീളം സമ്പത്തും ഐശ്വര്യവും സുഖ സൗകര്യങ്ങളും ഇവരുടെ കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവരുടെ ഭരണാധിപൻ ചൊവ്വയാണ്. അതിനാൽ തന്നെ കഷ്ടകാലമുണ്ട് എങ്കിൽ പോലും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. ചൊവ്വയുടെ സ്വാധീനം കാരണം ഈ ആളുകൾ വളരെയധികം കഠിനാധ്വാനികളും ഊർജ്ജസ്വലരും ആവേശം നിറഞ്ഞവരുമായി മാറുന്നു. ഇത്തരക്കാർ വളരെ സത്യസന്ധതയോടെയാണ് ഏത് ജോലിയും ചെയ്യുക. അതിനാൽ തന്നെ അവർക്ക് പലപ്പോഴും ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ തന്നെ വന്ന് ചേരുന്നതുമാണ്. ഭാഗ്യം അവരോടൊപ്പം നിലനിൽക്കുന്നതിനാൽ തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം തന്നെ വിജയങ്ങൾ വരിക്കുവാനും അവർക്ക് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ ഉടനീളം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാകുന്ന രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർ. അതിനാൽ തന്നെ ഈ കാര്യം മനസ്സിലാക്കി ഇവർ പ്രവർത്തിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. കാരണം ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം തന്നെ ലക്ഷ്മി ദേവിയെ സ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇവർക്ക് അത് നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലും ഇവർ ലക്ഷ്മി ദേവിയെ ആരാധിക്കാതിരിക്കരുത്. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിലോ വിഷ്ണുവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാകുന്നു. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രക്കാർ തന്നെയാകുന്നു, അഥവാ രാശിക്കാർ തന്നെയാകുന്നു. ഈ രാശിക്കാർക്ക് എല്ലാ സമയത്തും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉള്ളവരാകുന്നു. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വളരെയധികം ധനം സമ്പാദിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നവരാകുന്നു. ധനുരാശിക്കാരുടെ പ്രവർത്തന ശൈലി എല്ലായ്പ്പോഴും വാഴ്ത്തപ്പെടുന്നതുമാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ തന്നെ ഇവർ ഏറ്റെടുക്കുന്ന ഏത് ജോലിയും ലക്ഷ്യത്തിലെത്തിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാകുന്നു. ആത്മാർത്ഥത വളരെയധികം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ കഠിനാധ്വാനത്താൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരുമാകുന്നു. അഭിമാനകരമായ സ്ഥാനം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ജീവിതത്തിൽ എപ്പോഴും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, ഭാഗ്യം അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിയെ നിത്യവും ആരാധിക്കുക. വെള്ളിയാഴ്ച ദിവസം ഒരു കാരണവശാലും ദേവിയോടുള്ള ആരാധന നിങ്ങൾ മുടക്കുവാൻ പാടുള്ളതല്ല. വെള്ളിയാഴ്ച നിർബന്ധമായും ദേവിയെ ആരാധിക്കുക. വീടുകളിൽ നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ പരമാവധി ശ്രമിക്കുക. ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തടസ്സങ്ങൾ കൂടാതെ ദേവിയുടെ കടാക്ഷം വന്നു ചേരുകയും അത് നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാകുന്നു.